പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോപ്സ്ക്രൈബിന്റെ ചാനലിൽ ആദ്യമായി വീഡിയോ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമ്മൾ ടാലി പ്രൈമുമായി ബന്ധപ്പെട്ട് അതിന്റെ കോഴ്സിൽ ഏകദേശം 14ഓളം വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പർച്ചേസ് എൻട്രിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഭാഗമാണ്. നിലവിൽ പർച്ചേസ് എൻട്രി ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പർച്ചേസ് എൻട്രിയിൽ തന്നെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന പർച്ചേസ് എൻട്രികളെ നമ്മൾ ചെയ്തു. ഇന്നത്തെ ഈ ഒരു പർച്ചേസ് എൻട്രിയിൽ നമ്മൾ നോക്കുന്നത് നമ്മളൊരു ഇമ്പോർട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ എൻട്രി ടാലിയിൽ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് മെറ്റീരിയൽ വാങ്ങുന്ന സമയത്ത് ഒരിക്കലും തന്നെ നമുക്കതിൽ GST കാണാൻ കഴിയില്ല. ഈ GST നമുക്ക് പോർട്ടിൽ നിന്നും ഈ ഒരു മെറ്റീരിയൽ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്യുന്നതോടൊപ്പം ആയിരിക്കും നമ്മൾ ഈ IGST കൂടി പേ ചെയ്യാം. അപ്പൊ നമ്മൾ അതിനെ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലൂടെയാണ് കാണിക്കുക. അപ്പോ നിലവിൽ അതിമേ GST ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ വന്ന പ്രൊഡക്റ്റിന്റെ പ്രൈസിൽ നിന്ന് എത്രയാണോ അതിന്റെ ടാക്സ് റേറ്റ് എന്നുള്ളത് കസ്റ്റംസ് അടക്കുന്ന സമയത്ത് നമ്മോട് പറയും. അവര് പറയുന്നത് പ്രകാരം ഏത് വിഭാഗത്തിലാണ് അത് വരുന്നത് വെച്ചാൽ ആ വിഭാഗത്തിന്റെ ടാക്സ് കൂടി നമ്മൾ പേ ചെയ്തു. അതിനുശേഷം നമ്മൾ അതെന്ത് ചെയ്യും, അത് ഇൻപുട്ടായിട്ട് നമ്മൾ ക്ലെയിം ചെയ്തെടുക്കും. ഓക്കെ, അതിന്റെ ഇൻപുട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓൾറെഡി നമ്മൾ തന്നെ ഇതിന്റെ ടാക്സ് അടക്കുന്നു. ദെൻ അതിനുശേഷം നമ്മൾ തന്നെ അതെന്ത് ചെയ്യുന്നു, ഇൻപുട്ട് ക്ലെയിം ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു ഇമ്പോർട്ട് പർച്ചേസ് എൻട്രി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി മറ്റു വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറിയുടെ ഭാഗം പഠിക്കുന്ന സമയത്ത് നോക്കാം. അപ്പൊ നമ്മൾ ആ പർച്ചേസ് എൻട്രി എങ്ങനെയാണ് എൻട്രി ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ടാലി ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വൗച്ചർ എൻട്രി എടുക്കുന്നു. നമ്മുടെ പ്രോബ്ലം നമുക്ക് ഓപ്പൺ ചെയ്യാം. 12/4/21 നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. നമ്മൾ പർച്ചേസ് എന്നുള്ള ആ ഒരു ഹെഡിൽ വരിക. സപ്ലയർ ഇൻവോയ്സ് നമ്പർ, ജസ്റ്റ് ഞാനൊരു ഇൻവോയ്സ് നമ്പർ കൊടുക്കുന്നു. നമ്പർ 12/4 എന്ന് കൊടുക്കുന്നു. ഇനി നമുക്ക് പാർട്ടിയെ ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ ചൈന വേൾഡ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് കമ്പനി എന്നുള്ളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അണ്ടർ വരുന്നത് സൺട്രി ക്രെഡിറ്റർ ആണ്. ഇവിടെ നമ്മൾ ആദ്യം കൺട്രി സെലക്ട് ചെയ്യുന്ന സമയത്ത് ചൈന എന്നുള്ളത് സെലക്ട് ചെയ്യുക. നോട്ട് അപ്ലിക്കബിൾ കൊടുത്താൽ മതി. നമ്മൾ കൺട്രി ചൈന എന്നുള്ളത് സെലക്ട് ചെയ്യുക. പാൻ കാർഡ് അറിയുമെങ്കിൽ പാൻ കാർഡ് നമ്പർ കൊടുക്കുക. ഇവിടെ GST നമ്പർ നമ്മോട് ചോദിക്കൂല, കാരണം വേറൊരു കൺട്രിയിലെ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്തിന്റെ ആവശ്യമില്ല, പാൻ കാർഡ് നമ്പർ കൊടുക്കേണ്ട ആവശ്യം നമുക്ക് അവിടെ ഇല്ല. GST നമ്പർ കൊടുക്കേണ്ട ആവശ്യം നമുക്ക് അവിടെ ഇല്ല. പാൻ കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഇത് സേവ് ചെയ്യാം. നമ്മുടെ പാർട്ടിയുടെ അഡ്രസ് അവിടെ ഉണ്ട്. ഇനി നമ്മൾ പർച്ചേസ് ലെഡ്ജർ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒറ്റ ടാക്സിലുള്ള ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പർച്ചേസ് ലെഡ്ജർ ഒന്ന് ക്രിയേറ്റ് ചെയ്താൽ മതി. അതല്ല ഒന്നിലധികം ടാക്സുകൾ വരുന്നതാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തതുപോലെ ചെയ്യേണ്ടി വരും. അപ്പൊ ഞാനിവിടെ ഒറ്റ പർച്ചേസ് മാത്രമുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇമ്പോർട്ട് പർച്ചേസ് 18% എന്ന പേരിൽ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാണ്. അണ്ടർ പർച്ചേസ് അക്കൗണ്ട് കൊടുക്കുക, അപ്ലിക്കബിൾ എടുക്കുക. ഇവിടെ GST സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. GST അപ്ലിക്കബിൾ എന്നെടുക്കുക. പിന്നെ അതിനുശേഷം നമ്മളിവിടെ ആൾട്ടറേഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് എന്നുണ്ടാവും. ഇമ്പോർട്ട്സ് ടാക്സബിൾ, അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ടാക്സബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇമ്പോർട്ട് ഓഫ് ടാക്സബിൾ. ഓക്കെ, റിവേഴ്സ് ചാർജ് അപ്ലിക്കബിൾ എന്നുള്ളടത്ത് നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. നമുക്കതിന്റെ എൻട്രികൾ സ്റ്റാറ്റ്യൂട്ടറിയുടെ വിശദീകരണത്തിൽ നമുക്ക് നോക്കാം. നമ്മളിവിടെ സേവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്യണം. ഇതിന്റെ GST സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്കൊക്കെ നിർബന്ധമായിട്ടും 8 അക്ക HSN കോഡിന്റെ 8 അക്കം എന്ത് ചെയ്യേണ്ടി വരും,
ബില്ലിൽ നിർബന്ധമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ 8 അക്കമുള്ള HSN കോഡ് ഉണ്ടാവും. അത് കൃത്യമായിട്ട് നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കുന്ന ആ ബില്ലിൽ കൃത്യമായിട്ട് നമുക്കത് കാണാൻ കഴിയും. 8 അക്കം തന്നെ നിർബന്ധമായിട്ടും നമ്മൾ ബില്ലിൽ കാണിക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഫൈന് വരും. 18% കേരള ഫ്ലഡ് സെസ്സും നമുക്ക് ഇതിനെ അപ്ലിക്കബിൾ ആണ്. കാറ്റഗറി ഒന്നും കൊടുക്കുന്നില്ല. നമ്പേഴ്സ് എന്നുള്ളത് കൊടുക്കുന്നു. സ്റ്റാൻഡേർഡ് റേറ്റ് മറ്റു വിഷയങ്ങളൊന്നും നമ്മളിതിൽ സെറ്റ് ചെയ്യുന്നില്ല. ഗോഡൗണ് ക്വാണ്ടിറ്റി 100 ആണ്, 2200 റേറ്റ്. ഇനി ഇവിടെ ഇതിന്റെ ടാക്സബിൾ വാല്യൂ എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ടാക്സബിൾ വാല്യൂക്ക് അനുസരിച്ചായിരിക്കും നമ്മുടെ GST ആ ഒരു വാല്യൂ. ഇപ്പോൾ 2,20,000 ഒരു പക്ഷെ നമുക്ക് ഈ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് പുറത്ത് ഇൻഷുറൻസ് ചാർജ് വരാറുണ്ട്. നമ്മൾ ചൈനയിൽ നിന്നൊക്കെ വരുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻഷുറൻസ് ചാർജ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഷിപ്പിങ്ങിന്റെ ചാർജുകൾ, മറ്റു അതുമായി ബന്ധപ്പെട്ട അഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി ഒക്കെ ചിലവരെന്താ ചെയ്യുക ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് 2000 രൂപയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ 1% ഇൻഷുറൻസ് ഉണ്ടാവും. അപ്പൊ ആ ഇൻഷുറൻസ് 2000 കൂടെ കൂട്ടും. ചിലവർ കസ്റ്റംസ് ഡ്യൂട്ടിയും ഇതിന്റെ കൂടെ കാണിക്കും. മൊത്തത്തിൽ ഇതിന്റെ ഒരു കറക്റ്റ് കോസ്റ്റ് കിട്ടാൻ വേണ്ടി ചിലവർ അങ്ങനെ ചെയ്യാറുണ്ട്. ചിലവരെന്താ ചെയ്യുക കറക്റ്റ് ആ ഒരു ബില്ലിനനുസരിച്ച് തന്നെ ചെയ്യും. അപ്പൊ ഇതിന്റെ ഒരു ടാക്സബിൾ വാല്യൂ എത്രയാണ് എന്നുള്ളത് ചോദിക്കും. ഈ ഇൻഷുറൻസിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരില്ല, ടാക്സ് കൊടുക്കേണ്ടി വരില്ല. പ്രൊഡക്റ്റിന് മാത്രം എന്ത് ചെയ്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. നിലവിൽ നമ്മൾ ഇൻഷുറൻസ് മറ്റൊന്നും കാണിക്കാത്തതുകൊണ്ട് ഇതിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി നമ്മൾ 2,20,000 തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതിനുശേഷം അടുത്ത ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാം. ഗോഡൗൺ വന്നു, 100 പീസ്, 1700 റേറ്റഡ് ആയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നമ്മൾ 1,70,000 എന്ന് കാണിക്കാം. then അതിനുശേഷം നമ്മൾ അടുത്ത ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നു. നൂറ് പീസ് കാണിക്കുക, 1,200, 1,20,000 ഇതിന്റെ ടാക്സബിൾ വാല്യൂ എന്നുള്ളത് നമുക്ക് കാണിക്കാം. അപ്പൊ 5,10,000 രൂപയാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ടാക്സും മറ്റു വിഷയങ്ങളൊക്കെ നമുക്കിനി ടാക്സിന്റെ ഭാഗത്ത് നോക്കാം. ഇങ്ങനെയാണ് ഇമ്പോർട്ട് ഓഫ് പർച്ചേസ് നമ്മൾ ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിന്റെ ടാക്സ് ഒരിക്കലും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, നമ്മുടെ 3Bയിൽ നമുക്ക് കാണാൻ കഴിയില്ല. 3B എന്താണെന്നുള്ളത് നമുക്ക് വെരിഫൈ ചെയ്യുന്നാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടെ ആ ഒരു വാല്യൂ കാണുന്നുണ്ടെങ്കിലും ആ ഒരു ആക്ച്വൽ വാല്യൂ അല്ല, അതിൽ ചില മാറ്റങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ സ്റ്റാറ്റ്യൂട്ടറിയുടെ ആ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ വന്നിട്ട് നമുക്ക് ഒന്ന് വെരിഫൈ ചെയ്യാം. ഇവിടെ നോക്കുക, ഇവിടെ ആ IGST നമുക്ക് എഫക്ട് ചെയ്ത് വന്നിട്ടില്ല എന്നുള്ളത് കാണാൻ കഴിയും. ഈ CGST SGST എന്നുള്ളിടത്ത് ഈ IGST നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഇങ്ങോട്ട് വന്നിട്ടില്ല. അത് നമ്മൾ കൊണ്ടുവരണം. അതിന് ചില എൻട്രികളൊക്കെ നമ്മൾ ഇടേണ്ടതുണ്ട്. അത് ടാക്സിന്റെ ഭാഗത്ത് നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഇമ്പോർട്ടിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇനി സെയിൽസിന്റെ ഭാഗമാണ് കൂടുതൽ നോക്കാനുള്ളത്. ഏകദേശം പർച്ചേസ് എൻട്രികളുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം ഭാഗങ്ങളൊക്കെ നമുക്ക് തീർന്നിട്ടുണ്ട്. ഇനി സെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യാനുണ്ടാവുക. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് സെയിൽസുമായി വരാം. ഗുഡ് ബൈ.